ബോസിലെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് തന്നിട്ടുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ. സോ ആളുടെ അവസ്ഥ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. ഡെയിലി എപ്പിസോഡിൽ വേണ്ട സ്ക്രീൻ സ്പേസ് ഇല്ല, വീക്കിലി എപ്പിസോഡിൽ ഒട്ടും സ്ക്രീൻ സ്പേസ് ഇല്ല, അതേപോലെ തന്നെ ആളുടെ കണ്ടന്റ് ഒന്നും പുറത്തും വരുന്നില്ല. സോ നമുക്ക് കാണാവുന്ന ആള് ഡൗൺ ആയിരിക്കുന്നുണ്ട്, ഇടയ്ക്ക് ആക്റ്റീവ് ആവുന്നുണ്ട്, വീണ്ടും ഡൗൺ ആയിരിക്കുന്നതാണ്. അപ്പൊ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഗുളിക കഴിച്ചോ മരുന്ന് കഴിച്ചോ എന്നൊക്കെ. എന്തോന്നടേ സിബിന് കൊടുത്ത പോലെ പല ഗുളികയും കൊടുത്ത് ആളെയും പുറത്താക്കാനാണ്. പറയാനൊന്നും പറ്റില്ല. ബിഗ് ബോസും ഏഷ്യാനെറ്റ് അതിന്റെ ഏത് എക്സ്ട്രീം വരെ അവർക്കും, കാരണം അവര് റാണിയെ വിജയിപ്പിക്കണമല്ലോ. സോ ഇതൊക്കെ തുടങ്ങുന്നത് ഹോട്ടൽ ടാസ്കിന്റെ വീക്കിലി എപ്പിസോഡ് എന്നാണ്. അന്ന് ലാലേട്ടൻ എല്ലാവരുടെ അടുത്തും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ജിൻഡോയുടെ അടുത്ത് ചോദിക്കണേ ഇല്ല. ജിൻഡോ അവിടെ എണീറ്റ് നിൽക്കണം നമുക്ക് കാണാം. ജിൻഡോയെ മൈൻഡ് പോലും ചെയ്യില്ല. അന്ന് തൊട്ട് ഉറപ്പായതാണ് ഇനിയുള്ള വരും ദിവസങ്ങളിൽ ആൾക്ക് കണ്ടന്റ് ഉണ്ടാവില്ല. ഇത് ഇനി വേഴ്സ് ആവാൻ പോണേ ഉള്ളൂ കമ്മിങ് ഡേയ്സിൽ. അപ്പൊ ഇപ്പൊ കേൾക്കണത് എന്താ വെച്ചാൽ കുറെ പേര് പറയുന്നത്, കുറെ യൂട്യൂബ് ചാനൽസ് പറയുന്നത് എവിക്റ്റായി വരുന്ന കണ്ടസ്റ്റന്റ്സിന്റെ അടുത്ത് പോലും ടോപ്പ് 5 ചോദിക്കുമ്പോൾ ജിൻഡോയുടെ പേര് പറയരുത് എന്ന്. എന്താ വെച്ചാൽ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല, ബിഗ് ബോസ് ആയതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല. സോ ഇപ്പൊ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന ഒരു ബുള്ളിങ്